ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് നോക്കാം. സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, സക്സസ് ആണ്, റെക്കഗ്നിഷനാണ്. നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇതുവരെയുള്ള പ്രയത്നത്തിന് ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറേ സ്ട്രഗിളിന് ശേഷം കിട്ടിയൊരു സക്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ വളരെ കൂടുതലായിരിക്കും എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ OET അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാംസ് എഴുതിയിരിക്കുന്ന ആൾക്കാർ അത് കിട്ടുന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്, എല്ലാം ഫയർ എനർജിയാണ് വരുന്നത്, വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ചിരകാല അഭിലാഷം സാധിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ കാത്തിരിപ്പൊക്കെ അവസാനിച്ചു നിങ്ങൾക്കൊരു ജോലി കിട്ടിയ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ശരിക്കും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പെരുമാറാൻ തോന്നുന്ന ഒരു എനർജി ഉണ്ട് ഇന്നേ ദിവസം. ഇന്നേ ദിവസം നിങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാനും ഒക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ട് എന്നാണ് കാണുന്നത്. വളരെ നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ശരിക്കും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെട്ടതുമായ ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് അതൊരു നിങ്ങൾക്കൊരു പ്ലേസ്മെൻ്റ് ഒക്കെ ആയ പോലത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഇന്നേ ദിവസം നിങ്ങളെന്നാണ് കാണുന്നത്. വളരെ എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾ മടിയൊന്നും പിടിച്ചിരിക്കുന്നൊരു ദിവസമല്ല ഇന്നേ ദിവസം. വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു ട്രാവലിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടിയ ആ ഒരു സന്തോഷമാണ് ഇന്ന് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡുകളിലൊക്കെയും വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയായിട്ടുണ്ടായിരിക്കാം. ഒരു പുതിയ സൈക്കിളിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാർ ഒരു വിവാഹത്തിലേക്ക് എത്താനും ഒരു പൂർണ്ണതയിലേക്ക് എത്താനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. കുറേ നാളായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ സമയങ്ങളിൽ. അതിൻ്റെ വളരെ വലിയ സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. എയ്സ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. ഇതെല്ലാം ഫയർ എനർജിയാണ് വരുന്നത് കേട്ടോ. ഇതിൽ എല്ലാം വാൺസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ആക്ഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ താമസിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മടി പിടിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കാര്യത്തിനൊന്നും ഫലമില്ലാതെ നിങ്ങൾ വളരെ ലേസി ആയിട്ടിരുന്ന ആൾക്കാർക്കൊരു നല്ല വാർത്ത കേൾക്കുന്ന ഒരു ദിവസമാണെന്ന്. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനും ആ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിഞ്ഞ് നിങ്ങളെ അംഗീകരിക്കാനും ഒക്കെ പോകുന്നൊരു സമയമാണ്. ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം, പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഒന്നുകിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ പൈതൃകമായ സ്വത്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറേ പൈസ കിട്ടുന്നു എന്നാണ് കാണുന്നത്.
പിന്നെ ഈ ഒരു കാശ് കിട്ടുന്നതൊക്കെ അത് ഓരോരുത്തർക്കും ഇത് ഞാൻ റീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ കുറേയധികം ആൾക്കാർക്കും അത് കിട്ടുമായിരിക്കാം, ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ആ ഒരു മെസ്സേജ് ചിലപ്പം കറക്റ്റ് ആകണം എന്നില്ല. കാരണം ഞാൻ കമൻറ്റ് കണ്ടിട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസും റെസണേറ്റ് ആകും എന്ന് വിചാരിക്കരുത്. പക്ഷേ എന്നാലും ഏകദേശം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മെസ്സേജായിട്ട് എടുക്കാനുണ്ടായിരിക്കും, എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഫുൾഫില്ലായ ഒരവസ്ഥയാണ് അത്. ശരിക്കും വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. 9 ഓഫ് എർത്ത് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. അപ്പോൾ ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയമാണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ ഈ കാർഡുകളിലൂടെ മെസ്സേജ് കിട്ടുന്നത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളിത് പാസ്റ്റിൽ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ ആയിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട് ഇതിനകത്ത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ സെലിബ്രേഷനാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരിക്കാം. സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ വിസയ്ക്ക് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ലൈസൻസിന് കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ലൈസൻസൊക്കെ കിട്ടിയ ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. വിസ അപ്രൂവലായ ഒരു കാര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാംസ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സായ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നുകിൽ നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാനോ പറ്റുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാം ആക്ഷൻ്റെ എനർജിയാണ്. വളരെ സന്തോഷിച്ച് ഇരിക്കാൻ പറ്റുന്ന, വളരെ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നേ ദിവസം ഡിവൈൻ ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് കാലം കൊണ്ടുള്ള സ്ട്രഗിൾ എൻഡായി എന്ന് കാണുന്നുണ്ട്. സൺ കാർഡ് അടുത്ത്. അപ്പോൾ ശരിക്കും സക്സസ് ആണ് ഇന്നേ ദിവസത്തെ നിങ്ങളുടെ ഒരു എനർജി. നിങ്ങൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ റെക്കഗ്നിഷനാണ്. റെക്കഗ്നിഷൻ എന്ന് പറയുമ്പം മറ്റുള്ളവർ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് വിസയോ ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം പാസ്സായി കിട്ടുന്നതായിരിക്കും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കാണും. കുറേ കാലത്തിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ആ ഒരു സ്ട്രഗിളൊക്കെ എൻഡായി എന്ന് സ്വയം തോന്നിയ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലെ കുറേ കാലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് വാട്ടറാണ്, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയ ഒരാളായിരിക്കാം. അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ സ്ട്രഗിൾ ചെയ്തു, നിങ്ങൾ ബ്രേക്കപ്പ് ആയിപ്പോയ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സന്തോഷമായിരിക്കാം. ഫയറിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് ആരെങ്കിലും ഇന്നേ ദിവസം നിങ്ങളോടൊന്ന് മത്സര ബുദ്ധിയോടെ നിങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ അസൂയുള്ള ഏതെങ്കിലും മനുഷ്യരെ ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അവരൊക്കെ കൂടെ നിന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് വിഷമമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ഒരു അസൂയയൊക്കെ വരുന്നത് ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളോട് വളരെ സ്നേഹത്തിലും സഹാനുഭൂതിയിലും ഒക്കെ നിന്ന ആൾക്കാർ ഇന്നേ ദിവസം ആ സ്നേഹമൊക്കെ മാറിയിട്ട് അവരുടെ റിയൽ ഫേസ് എന്താണ്, നിങ്ങളുടെ സക്സസ്സിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു മുഖമാണ് അവർക്കുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ വേറൊരു മുഖം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത് ഇതിനകത്ത്. പിന്നെ നിങ്ങളോട് മത്സരിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ
ഓഫീസിലോ ഒക്കെ നിങ്ങളോട് മത്സരിക്കാൻ ആരെങ്കിലും ഒക്കെ വരുന്ന ഒരു ഇത് കാണുന്നുണ്ട്. 7 ഓഫ് എർത്താണ്. ശരിക്കും നിങ്ങൾ കുറച്ച് പേഷ്യൻസോടുകൂടി ഇരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കടന്നുപോയി എന്നുള്ളതാണ്. കുറേ കാലത്തെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാർ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അത് ഫിനിഷായ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വിട്ട് വരുന്ന ഒരു എനർജിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബെഡ് റെസ്റ്റിലായിരുന്നവർക്ക് ഒന്ന് അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു ഹെൽത്തി ആയ ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ഇതുവരെയുള്ള കാത്തിരിപ്പൊക്കെ തീർന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ വളരെ ക്ഷമയോടെ കുറേ കാലം കാത്തിരുന്നതിൻ്റെ ഫലം കിട്ടിയ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാം എന്നും കാണുന്നുണ്ട്. ടോപ്പ് സോഡ്സിൻ്റെ എനർജിയാണ്. പൂർണ്ണമായും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിന്നുള്ള വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കിത് ശരിയാണോ തെറ്റാണോ, ഈ ആൾ വേണമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ നിങ്ങളെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റൂല, അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളിരിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്നത്തെ ഉള്ളത്. കൺഫ്യൂഷൻ ഉണ്ടാകും എന്നാണ് കാണുന്നത്. ശരിക്കും 2 ചോയ്സസ് ഉള്ളതിൻ്റെ ഇടയിൽ നിങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. നിങ്ങൾ സന്തോഷത്തിലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഏതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ ഒന്ന് ബുദ്ധിമുട്ടുന്ന ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണാനും സാധ്യതയുണ്ട്. വീണ്ടും 2 ഓഫ് ഫയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര കൺഫ്യൂസ്ഡ് ആണെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്ലാനിങ്ങിന് നിങ്ങൾക്ക് പറ്റും. ശരിക്കും നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പാർട്ട്ണറെ വേണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം വേറെ ആരെങ്കിലും നടത്തുന്ന ബിസിനസ്സിൽ നിങ്ങളെ കൂടി ഒന്ന് ചേർക്കാൻ അവർ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വരുന്നു എന്നാണ് കാണുന്നത്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വരണം എന്നാണ് ഈ സമയത്ത്, അതാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ വേറൊരാളിനെ കൂടി നിങ്ങളൊരു പുതിയ പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്തുന്ന ഒരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ പാസ്റ്റിൽ നിന്നും വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷനാണ്. പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ലൈഫിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വിശാലമായി ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളെ ആ ഒരു തോട്ട് പാറ്റേൺസ് ഒന്നും അത്ര, അതിലുപരി വേറെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തത് മാത്രമായിരുന്നില്ല ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു സമയമാണിത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും എന്നാണ് കാണുന്നത്. ശരിക്കും വളരെ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കും. നിങ്ങൾക്ക് പറ്റുന്ന പല കാര്യങ്ങൾ, നേരത്തെ പലരും നിങ്ങളെ കൊണ്ട് അതിനൊന്നും പറ്റൂല എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പക്ഷേ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലാനിങ് വേണം എന്നാണ് ഇന്നത്തെ ഗൈഡൻസ്. പക്ഷേ വളരെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ഇന്നേ ദിവസം സമ്മാനിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് മാക്സിമം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ളൊരു ദിവസമാണെന്ന് കൂടി മനസ്സിലാക്കുക. സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. പുതിയ ജോലി കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇന്നേ ദിവസം അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട്.
അപ്പം അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങളൊന്ന് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷനും ഭയമൊക്കെ മാറിപ്പോകുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.